Dear students, welcome to Learner's World. In this video, I'm going to talk about excerpt from The Color Purple by Alice Walker, FAOGP, BA English, Reading Fiction, second semester, Calcutta University. Alice Walker is an American author, poet, short story writer, and social activist. In 1982, she became the first American woman to receive the Pulitzer Prize for Fiction, awarded for her novel The Color Purple. ആലിസ് വാക്കർ ഒരു അമേരിക്കൻ ഓതറാണ്, പോയറ്റാണ്, ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്, സോഷ്യൽ ആക്ടിവിസ്റ്റാണ്. 1982 ആലിസ് വാക്കറിന് ആദ്യമായിട്ട് ഒരു ഫസ്റ്റ് അമേരിക്കൻ വുമൺ എന്നുള്ള നിലക്ക് ദ കളർ പർപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ നോവലിന് പുലിറ്റ്സർ പ്രൈസ് കിട്ടുന്നത്. ദെൻ ദ കളർ പർപ്പിൾ നമുക്ക് പഠിക്കാനുള്ളത് ഒരു എക്സെപ്റ്റ് മാത്രമാണ്. എക്സെപ്റ്റ് മീൻസ് ഒരു പോർഷൻ, ഒരു ഭാഗം മാത്രമാണ് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. ദെൻ ദ കളർ പർപ്പിൾ എന്ന് പറഞ്ഞിട്ട് വലിയൊരു നോവലാണ്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പറയാം. The Color Purple is a 1982 epistolary novel which won both the Pulitzer Prize for Fiction and the National Book Award for Fiction in 1983. The Color Purple എന്ന് പറയുന്നത് ഒരു എപ്പിസ്റ്റലറി നോവലാണ്. വാട്ട് ഈസ് എപ്പിസ്റ്റലറി നോവൽ? എപ്പിസ്റ്റലറി നോവൽ എന്ന് പറയുന്നത് അതായത് ലെറ്റേഴ്സിലൂടെ ആ ഒരു ആശയം കൺവേ ചെയ്യുന്നത്. അതായത് ഇതിലെ സെൻട്രൽ ക്യാരക്ടർ ലെറ്ററിലൂടെ ഈ ഒരു നോവലിൻ്റെ തീം കൺവേ ചെയ്യുന്നതാണ് എപ്പിസ്റ്റലറി നോവൽ എന്ന് പറയുന്നത്. ഈ ഒരു കളർ പർപ്പിളിന് പുലിറ്റ്സർ പ്രൈസ് കിട്ടിയിട്ടുണ്ട് 1982. അതുപോലെ നാഷണൽ ബുക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട് 1983. ദ നോവൽ ഫോളോസ് സെലീസ് സ്ട്രഗിൾസ് വിത്ത് പോവർട്ടി, റേസിസം ആൻഡ് സെക്സിസം ആസ് വെൽ ആസ് ഹെർ അബ്യൂസീവ് മാരേജ് ടു ആൽബർട്ട്. അപ്പോൾ ഈ ഒരു നോവലിൽ പ്രൊട്ടഗണിസ്റ്റാണ് സെലി. അപ്പോൾ സെലിൻ്റെ സ്ട്രഗിൾസാണ് ഇതിൽ പറയുന്നത്. അവളുടെ പോവർട്ടി, റേസിസം, സെക്സിസം, അതുപോലെ അവളുടെ ഹസ്ബൻഡാണ് ആൽബർട്ട്. അപ്പോൾ ആൽബർട്ടുമായിട്ടുള്ള മാരേജ് ലൈഫിൽ അവൾക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. ആൽബർട്ട് ഒരു അബ്യൂസീവ് ഹസ്ബൻഡായിരുന്നു. അപ്പോൾ അവൾ ഒരുപാട് ഉപദ്രവിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സ്ട്രഗിൾസൊക്കെയാണ് ഈ ഒരു നോവലിൽ പറയുന്നത്. Through a series of letters to God and her sister Nettie, Sally finds her voice and begins to assert her independence. അപ്പോൾ ലെറ്റേഴ്സിലൂടെ, ഇതൊരു എപ്പിസ്റ്റലറി നോവലാണ്. അപ്പോൾ ലെറ്റേഴ്സിലൂടെയാണ് സെലി, ഇതിൽ സെൻട്രൽ ക്യാരക്ടർ, അവളുടെ ആ ഒരു സ്ട്രഗിൾസൊക്കെ അറിയിക്കുന്നത്. ആദ്യം അവൾ ഗോഡിനാണ് ലെറ്റർ എഴുതുന്നത്, അവളുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്. പിന്നെ അവൾ സിസ്റ്റർ നെറ്റിക്ക് എഴുതുന്നുണ്ട്. അവൾ ഈ ഒരു ലെറ്റേഴ്സിലൂടെയാണ് അവളുടെ വോയിസ്, അതുപോലെ അവളുടെ ആ ഒരു ഇൻഡിപെൻഡൻസൊക്കെ അവൾ കണ്ടെത്തുന്നത്. Along the way, Sally meets strong, independent women like Shug and Sophia who inspire her to stand up for herself and find her own path to empowerment. അതായത് തുടക്കത്തിൽ സെലിനെ തൻ്റെ ഫാദർ അൽഫോൺസോ സെക്ഷുവലി അബ്യൂസ് ചെയ്യുന്നുണ്ട്. അതിലൊരു കുട്ടിയൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നീട് ഈ ഫാദർ, നെറ്റി എന്ന് പറയുന്നത് സെലിൻ്റെ സിസ്റ്ററാണ്. അപ്പോൾ നെറ്റിയും മിസ്റ്റർ ഡാഷും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. അത് അൽഫോൺസോക്ക് അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല. അൽഫോൺസോ എന്ത് ചെയ്തു, സെലീനെയും അതുപോലെ മിസ്റ്റർ ഡാഷിനെയും കല്യാണം കഴിപ്പിച്ചു. ഈ മിസ്റ്റർ ഡാഷ് എന്ന് പറയുന്നത് വളരെ അബ്യൂസീവായിട്ടുള്ള ഒരു ഹസ്ബൻഡായിരുന്നു. സെലിക്ക് ഒരുപാട് ഉപദ്രവിക്കുന്ന ഒരു ഹസ്ബൻഡായിരുന്നു. അങ്ങനെ ഈ ഒരു സെലിയും ഹസ്ബൻഡും താമസിക്കുന്ന വീട്ടിലേക്ക് സെലിയുടെ സിസ്റ്റർ നെറ്റ് ചെല്ലുന്നുണ്ട്. നെറ്റിക്ക് സെലിയുടെ ഹസ്ബൻഡ് മിസ്റ്റർ ഡാഷിനെ ഇഷ്ടമായിരുന്നു. ആ സമയത്താണ് ഈ ഒരു മിസ്റ്റർ ഡാഷ് നെറ്റിനെ സെക്ഷുവൽ അബ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ നെറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആ സമയത്ത് വളരെ സബ്മിസീവായിട്ടുള്ള ഒരു വൈഫായിരുന്നു സെലി എന്ന് പറയുന്നത്. പിന്നീട് അവളുടെ ജീവിത വഴിയിൽ അവൾ സ്ട്രോങ് ആയിട്ടുള്ള, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഷഗ്, അതുപോലെ സോഫിയ, ഇവരൊക്കെ പരിചയപ്പെടുന്നുണ്ട്. അവരിൽ നിന്നൊക്കെ ഒരുപാട് ഇൻസ്പിറേഷൻ കിട്ടുന്നുണ്ട്. അങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് പൊരുതണം എന്നുള്ള ഒരു ചിന്ത സെലിയിൽ വരുന്നുണ്ട്. അങ്ങനെ അവളുടെ ആ ഒരു പാത അവൾ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു സ്റ്റോറിൻ്റെ ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ദെൻ ക്യാരക്ടേഴ്സ്
Sally is the protagonist, a poor African American girl. Book is told through a series of letters that she writes to God. അപ്പോൾ സെലിയാണ് ഈ ഒരു നോവലിലെ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത്. അവളൊരു പാവപ്പെട്ട ആഫ്രിക്കൻ അമേരിക്കൻ ഗേളാണ്. ഈ ഒരു ബുക്ക്, ഈ ഒരു നോവലിന് ഇതിൽ കഥ പറയുന്നത് സെലിയുടെ ലെറ്റേഴ്സിലൂടെയാണ്. സെലി ആദ്യം എഴുതുന്നത് ഗോഡിനാണ്, പിന്നീട് അവളുടെ സിസ്റ്റർ നെറ്റിക്ക് എഴുതുന്നുണ്ട്. ദെൻ നെറ്റി എന്ന് പറയുന്നത് സെലി സിസ്റ്ററാണ്. ദെൻ മിസ്റ്റർ ഡാഷ്, അതായത് ആൽബർട്ട് എന്ന് പറയുന്നത് സെലീസ് അബ്യൂസീവ് ഹസ്ബൻഡ്. ദെൻ ഷഗ്, എ സിംഗർ. സോഫിയ, ഫസ്റ്റ് വൈഫ് ഓഫ് ഹാർപ്പോ മിസ്റ്റർ ഡാഷ് oldest son, who is raised by Sally. Then Skunk, Harpo's second wife. Eleanor Jane, the mayor's daughter. Grady, a husband to Shug. Then summary of the excerpt from The Color Purple by Alice Walker. അപ്പോൾ ദ കളർ പർപ്പിൾ ബൈ ആലിസ് വാക്കർ. അപ്പോൾ ഈ കളർ പർപ്പിളിൻ്റെ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ഞാൻ പറഞ്ഞു. സെലിയാണ് ഇതിൽ സെൻട്രൽ ക്യാരക്ടറായിട്ട് വരുന്നത്. അവളുടെ ഫാദർ അൽഫോൺസോ, അവൾ ചെറിയ പെൺകുട്ടിയായിരുന്ന സമയത്ത് അവളെ റേപ്പ് ചെയ്യുന്നുണ്ട്, സെക്ഷുവലി അബ്യൂസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് തവണ അബ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൾക്ക് ആ ഒരു അൽഫോൺസോയിൽ കുട്ടി ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ആ ഒരു അച്ഛൻ്റെ ആ ഒരു ക്രൂരതയിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് അവളുടെ സിസ്റ്ററാണ് നെറ്റിയും മിസ്റ്റർ ഡാഷും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. അങ്ങനെ അൽഫോൺസോ, അതായത് ഇവരുടെ ഫാദർ നെറ്റിന് മിസ്റ്റർ ഡാഷിന് കല്യാണം കഴിച്ചു കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ സെലിനെയാണ് കല്യാണം കഴിച്ചു കൊടുത്തത്. അങ്ങനെ സെലിയും മിസ്റ്റർ ഡാഷും അവരുടെ വീട്ടിലായിരുന്നു. അവിടേക്ക് നെറ്റി പോകുന്നുണ്ട്. ആ സമയത്ത് നെറ്റിനെ സെക്ഷുവലി അബ്യൂസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഈ ഒരു മിസ്റ്റർ ഡാഷ്. അങ്ങനെ അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെലിയുടെ എല്ലാ സ്ട്രഗിൾസും ലൈഫിൽ ഈ ഒരു അബ്യൂസീവായിട്ടുള്ള ഹസ്ബൻഡായിരുന്നു മിസ്റ്റർ ഡാഷ്. അപ്പോൾ ഇയാളുടെ ക്രൂരതകളൊക്കെ അവൾ അറിയിച്ചിരുന്നത് ലെറ്റേഴ്സിലൂടെയാണ്. അതായത് അവളുടെ വിഷമങ്ങളൊക്കെ ഷെയർ ചെയ്തിരുന്നത് ലെറ്റേഴ്സിലൂടെയാണ്. ആദ്യം അവൾ ഗോഡിനാണ് ലെറ്റർ എഴുതുന്നത്, പിന്നീട് അവളുടെ സിസ്റ്റർ നെറ്റിക്ക് എഴുതുന്നുണ്ട്. പിന്നീട് ആ സമയത്തൊക്കെ അവളൊരു ഒരു സബ്മിസീവായിട്ടുള്ള ഒരു എല്ലാ സ്ട്രഗിൾസും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. പിന്നീട് അവൾ ജീവിത വഴിയിൽ ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വുമൻ അതായത് സ്ത്രീകളെ, ഷഗ്, സോഫിയ, ഇവരൊക്കെ കണ്ടുമുട്ടുന്നുണ്ട്. അപ്പോൾ അവൾ തീരുമാനിക്കുകയാണ് ഒരു എംപവർമെൻറ്റ് വേണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയണം, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് വുമൺ ആകണം എന്ന് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത് മൊത്തത്തിൽ പഠിക്കാനില്ല, ഇതിലൊരു എക്സെപ്റ്റ് ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് നോക്കാം. നമുക്ക് പഠിക്കാനുള്ളത് ലെറ്റേഴ്സ് ടു നെറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗമാണ്. Sally, a novel's protagonist, raped by her father, tells Shug, her singer, she has relationship with numerous men, that she no longer writes to God, she writes to Nettie, Sally's sister, forced to leave for her own home. അപ്പോൾ ഇതിൽ സെലി ആണ് നമ്മളുടെ പ്രൊട്ടഗണിസ്റ്റ്. അവളുടെ ഫാദർ അവളെ റേപ്പ് ചെയ്തിട്ടുണ്ട്. അവൾ ഷഗിനോട് പറയാണ്, ഷഗ് എന്ന് പറയുന്നത് ഒരു സിംഗറാണ്. ഈ ഷഗിന് ഒരുപാട് പുരുഷന്മാരുമായിട്ട് റിലേഷൻഷിപ്പുള്ള ഒരാളാണ് ഷഗിനോട് പറയാണ്, അവൾ ഇനി ഒരിക്കലും ദൈവത്തിന് കത്തെഴുതൂല, ഞാനിനി എൻ്റെ സിസ്റ്ററായിട്ടുള്ള നെറ്റിക്കാണ് കത്തെഴുതാൻ പോകുന്നത്. അതായത് ഞാൻ ദൈവത്തിന് ഒരുപാട് എൻ്റെ വിഷമങ്ങൾ അറിയിച്ച് കത്തെഴുതി, പക്ഷേ ദൈവം എന്നെ കണ്ടില്ല, എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ സിസ്റ്റർ നെറ്റിക്കാണ് ഇനി കത്തെഴുതാൻ പോകുന്നത് എന്ന് പറയാണ് സെലി. ദിസ് ലെറ്റർ ഈസ് അഡ്രസ് ടു നെറ്റി. അപ്പോൾ നെറ്റിക്ക് എഴുതുന്ന കത്താണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. Sally says that God would never listen to a poor black woman, that God has not listened to her throughout her life. അപ്പോൾ സെലി ഷെഗിനോട് പറയുന്നുണ്ട്, ഗോഡ് ഒരിക്കലും ഒരു പുവർ ബ്ലാക്ക് വുമൺ ഒരിക്കലും ലിസൺ ചെയ്യില്ല, അവൾ പറയുന്ന വിഷമങ്ങളൊന്നും കേൾക്കില്ല. എൻ്റെ ലൈഫിലുടനീളം ഞാൻ എൻ്റെ വിഷമങ്ങളെല്ലാം കത്തിലൂടെ ദൈവത്തിനെ അറിയിച്ചിട്ടുണ്ട്, പക്ഷേ ദൈവം അത് കേട്ടിട്ടില്ല എന്ന് പറയണം. ഷീ ഡിസയേഴ്സ് ടു റൈറ്റ് someone like Nettie who might actually one day read her letters. അപ്പോൾ അവൾ ആഗ്രഹിക്കുകയാണ്, ഞാൻ എൻ്റെ സിസ്റ്റർ ആയിട്ടുള്ള നെറ്റിക്കാണ് ഇനി ഞാൻ കത്തെഴുതാൻ പോകുന്നത്, അവളൊരു പക്ഷേ ഒരിക്കൽ എൻ്റെ കത്തുകൾ വായിക്കാം എന്ന് പറയണം.
Sally and Shug have a discussion about religion after Sally decided to stop writing to God. അങ്ങനെ സെലിയും ഷഗും തമ്മിൽ റിലീജിയനെ കുറിച്ചിട്ട് ഒരു ഡിസ്കഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് സെലി തീരുമാനിച്ചത് ദൈവത്തിന് ഞാൻ കത്തെഴുതൂല എന്നുള്ളത്. ഷഗ് ഇൻട്രൊഡ്യൂസസ് എ ന്യൂ സ്പിരിച്വൽ ഡയമെൻഷൻ ഫോർ ദ ഡിവൈൻ. അങ്ങനെ ഷഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഒരു ന്യൂ സ്പിരിച്വൽ ഡയമെൻഷൻ, അതായത് ഗോഡിനെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ റിലീജിയനെ കുറിച്ചിട്ടുള്ള ഒരു ന്യൂ ഡയമെൻഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഷഗ് does not live her life strictly in accordance with biblical teaching. She nevertheless lives according to the idea that God wants love just like humans, and that we show our love for God by loving others. അതായത് ഷഗ് ഒരിക്കലും ബിലീവ് ചെയ്തിരുന്നില്ല, അതായത് ബൈബിളിക്കൽ ടീച്ചിങ്സ് ഒന്നും ആ ഒരു രീതിയിൽ ജീവിക്കണം എന്നുള്ളത് ഷഗ് ഫോളോ ചെയ്തിരുന്നില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ദൈവം മനുഷ്യരെ പോലെ ദൈവത്തിനും സ്നേഹം വേണം, അതുകൊണ്ട് നമ്മൾ എല്ലാവരെയും സ്നേഹിക്കണം എന്നുള്ള ആ ഒരു ചിന്തയോടൊന്നും അത്ര ബിലീവ് ചെയ്തിരുന്നില്ല ഷഗ് എന്നാണ് പറയുന്നത്. ഷഗ് ആസ്ക് സെലി വാട്ട് ഹർ God look like, and Sally replies that God is a white man. അപ്പോൾ ഷഗ് സെലിനോട് ചോദിക്കുന്നുണ്ട് ഗോഡ് എങ്ങനെയായിരിക്കും കാണാൻ. അപ്പോൾ സെല്ലി പറയുന്നുണ്ട് ഗോഡ് ഒരു വൈറ്റ് മാൻ്റെ ലുക്കായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഷഗ് സേസ് ദിസ് ഈസ് ദ പ്രോബ്ലം, ദാറ്റ് ഗോഡ് ക്യാൻ ബി വാട്ട് എവർ ഷി വാണ്ട്സ്, ആൻഡ് ദാറ്റ് സെല്ലി ഓർ ടു internalize a conception of God that is foreign to her created by white people. Sally thinks this makes sense in light of what Nettie once told her, that Jesus had hair like lamb's wool. അതായത് സെലി ഗോഡ് ഒരു വൈറ്റ് മാൻ പോലെ ആയിരിക്കും എന്ന് പറയാനുള്ള കാരണം ഒരിക്കൽ നെറ്റി പറഞ്ഞിട്ടുണ്ട്. ജീസസ് എന്ന് പറയുന്നത് ജീസസിൻ്റെ ഹെയർ ലാംസ് വൂൾ പോലെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൾ അങ്ങനെ പറയാൻ കാരണം. ഷഗ് സീസ് ഗോഡ് ആസ് ബീങ് എവറി വേർഡ്. അപ്പോൾ ഷഗ് ഗോഡിനെ കാണുന്നത് എല്ലായിടത്തും ഗോഡ് ഉണ്ട് എന്നുള്ള രീതിയിലാണ്. സെലി കണ്ടിന്യൂസ് ഇൻ ദ ലെറ്റർ ബൈ സെയിങ് ടു നെറ്റി ദാറ്റ് ഷീ ഈസ് ട്രൈങ് ടു ഫൈൻഡ് ഗോഡ് ഔട്ട്സൈഡ് ഓഫ് മാൻ, ടു ഫൈൻഡ് ഗോഡ് ഇൻ നേച്ചർ, ഇൻ റോക്സ് ആൻഡ് ട്രീസ് ആൻഡ് ഗ്രാസ്. അങ്ങനെ സെലി നെറ്റിക്ക് ലെറ്റർ എഴുതുന്ന സമയത്ത് അവൾ ഇത് പറയുന്നുണ്ട്, അതായത് ഞാൻ ഗോഡിനെ മനുഷ്യരുടെ പുറത്ത്, അതായത് മനുഷ്യരിലല്ല ഞാൻ ഗോഡിനെ കാണുന്നത്, അതായത് നേച്ചർ, റോക്സ്, ട്രീസ്, ഗ്രാസ്, ഇവിടേക്കാണ് ഗോഡിനെ ഞാൻ തിരയുന്നത്. അതായത് ഷഗ് ഗോഡ് എല്ലായിടത്തും ഉണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ മനുഷ്യർക്ക് പുറത്ത്, അതായത് നേച്ചറിലാണ് ഞാൻ ഗോഡിനെ കണ്ടെത്തുന്നത്. സെലി സേസ് ഷീസ് doing her best to be spiritual in this new way, Shug's way. അങ്ങനെ സെല്ലി പറയുന്നുണ്ട് ഞാൻ ഷഗിൻ്റെ പാതയിലാണ് ഞാൻ ഈ ഒരു സ്പിരിച്വാലിറ്റി ഒക്കെ ഞാൻ കാണുന്നതെന്ന് പറയുന്നുണ്ട്. Sophia, a strong-minded woman, first wife of Harpo, has been let off her 12-year sentence as maid to the mayor and his wife's children. പിന്നീട് സോഫിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രോങ് മൈൻഡഡ് വുമൺ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് ഹാർപ്പോയുടെ ഫസ്റ്റ് വൈഫാണ്. അവൾ ഒരിക്കൽ മേയറുടെ വൈഫ് അവളോട് ചോദിക്കുന്നുണ്ട് അവരുടെ വീട്ടിൽ വർക്ക് ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ അവളത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അവൾ അത് അംഗീകരിക്കാത്തത് കൊണ്ട് തന്നെ അവളെ 12 ഇയർ അവളെ ജയിലിൽ അടക്കുകയാണ്. ആ ജയിലിൽ മേയറുടെ സെർവൻ്റായിട്ടാണ് അവളെ ജയിലിൽ അടക്കുന്നത്. അങ്ങനെ 12 വർഷത്തെ ആ ഒരു സർവീസ് അവൾ മേയറുടെ വൈഫിൻ്റെ ചിൽഡ്രനൊക്കെ നോക്കി അവൾ അതിൽ നിന്ന് റിലീസാവുകയാണ് ചെയ്യുന്നത്. After dinner one night, Shug announces that she and Sally are leaving Memphis along with Grady. Grady എന്ന് പറയുന്നത് ഹസ്ബൻഡ് ടു ഷഗ് ആണ്, ഹു സ്റ്റിൽ ലിവിങ് വിത്ത് ഷഗ് അറ്റ് സെല്ലിസ് ഹൗസ്. അങ്ങനെ ഒരു രാത്രി ഡിന്നറിന് ശേഷം ഷഗ് അനൗൺസ് ചെയ്യാണ്. ഷഗ് എന്ന് പറയുന്നത് ഒരു സിംഗറാണ്. ഷഗിന് ഒരുപാട് പുരുഷന്മാരുമായിട്ട് റിലേഷൻ ഉണ്ട്. അപ്പോൾ ഷഗ് അനൗൺസ് ചെയ്യാണ് ഷഗും സെലിയും കൂടി മെംഫിസിലേക്ക് പോവുകയാണ്. കൂട്ടത്തിൽ ഗ്രേഡി ഉണ്ട്. ഗ്രേഡി എന്ന് പറയുന്നത് ഷഗിൻ്റെ ഹസ്ബൻഡാണ്. അവർ അതായത് ഈ ഒരു ഗ്രേഡിയും ഷഗൊക്കെ ഇപ്പോൾ സെലിയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. മിസ്റ്റർ ഡാഷ് സേസ് ഹി വോണ്ട് അലോ സെലി ടു ലീവ്. അപ്പോൾ മിസ്റ്റർ ഡാഷ് സെലിൻ്റെ ഹസ്ബൻഡാണ്. ഒരു അബ്യൂസീവായിട്ടുള്ള ഹസ്ബൻഡാണ്.
അപ്പോൾ മിസ്റ്റർ ഡാഷ് പറയാണ് ഞാൻ സെലിനെ പോകാൻ അനുവദിക്കില്ല എന്ന് പറയാണ്. ബട്ട് സെലി സേസ് ഷീസ് ഹാഡ് ഇനഫ് ഓഫ് കെയറിങ് ഫോർ ഹിസ് ചിൽഡ്രൻ ആ ലിവിങ് ഇൻ ഹിസ് ഹോം. അപ്പോൾ സെലി ആ സമയത്ത് പറയാണ്, അതായത് ഇതുവരെ അവളൊരു സബ്മിസീവായിട്ടുള്ള എല്ലാം അനുസരിക്കുന്ന ഒരു ഭാര്യയായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവൾ പറയാണ് ഇത്രയും മതി, നിങ്ങളുടെ കുട്ടികളെയും നോക്കി ഈ വീട്ടിൽ ജീവിച്ചത് ഇത്രയും മതി, ഇറ്റ് ഈസ് ഇനഫ് എന്ന് പറയണം. The others at the table are completely surprised by Celi's outburst. അപ്പോൾ ഈ ഒരു ആറ്റിറ്റ്യൂഡ്, സെലിയുടെ ഈ ഒരു റിജക്ഷൻ കേട്ട സമയത്ത് ആ ഒരു ടേബിളിൽ ചുറ്റും ഇരിക്കുന്ന ആളുകൾ വളരെയധികം സർപ്രൈസ്ഡ് ആയി. സെലി ടെൽസ് ഹാർപ്പോ, Mr. Dash oldest son, who is raised by Sally, too, that he is partially responsible for Sophia's service to the mayor's family, since Sophia never would have run away from him in the first place if he hadn't tried to beat her and control her. അപ്പോൾ സെലി ഹാർപ്പോനോട് പറയുന്നുണ്ട്. ഹാർപ്പോ എന്ന് പറയുന്നത് മിസ്റ്റർ ഡാഷിൻ്റെ ഓൾഡസ്റ്റ് സണ്ണാണ്. മിസ്റ്റർ ഡാഷ് അതായത് സെലിൻ്റെ ഹസ്ബൻഡിൻ്റെ വേറൊരു ഭാര്യയിലുള്ള മകനാണ് ഹാർപ്പോ എന്ന് പറയുന്നത്. അവനെ വളർത്തിയത് സെലിയാണ്. അപ്പോൾ ഹാർപ്പോനോട് പറയുന്നുണ്ട്, സോഫിയയുടെ ഈ ഒരു അവസ്ഥക്ക് കാരണം നീ കൂടി അതിന് റെസ്പോൺസിബിളാണ്. അതായത് മേയറുടെ സെർവൻ്റായിട്ട് 12 ഇയർ അവളുടെ ആ ഒരു സർവീസ്, അതിനുള്ള കാരണം നീ കൂടിയാണെന്ന് ഹാർപ്പോനോട് പറയണം. കാരണം നീ അവളെ കൺട്രോൾ ചെയ്തു, അവൾ അതുകൊണ്ടാണ് നിന്നെ വിട്ടു പോയത്. അവളെ കൺട്രോൾ ചെയ്യുകയും അതുപോലെ അവളെ ബീറ്റ് ചെയ്യുകയൊക്കെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. Shug announces that Skuk, Harpo's second wife, too will be going with them to Memphis in order to try to sing professionally. അപ്പോൾ ഷഗ് അനൗൺസ് ചെയ്യാണ് സ്ക്യൂക്ക് എന്ന് പറയുന്നത് ഹാർപ്പോയുടെ സെക്കൻഡ് വൈഫാണ്. ഈ ഹാർപ്പോയുടെ ഫസ്റ്റ് വൈഫാണ് സോഫിയ. അപ്പോൾ സോഫിയനെ വളരെയധികം ഉപദ്രവിച്ചതുകൊണ്ട് അവൾ കുട്ടികളൊക്കെ ഇട്ടിട്ട് അവൾ ഇറങ്ങിപ്പോയതാണ് ഹാർപ്പോൻ്റെ വീട്ടിൽ നിന്ന്. ആ സമയത്താണ് ഹാർപ്പോ എന്ത് ചെയ്യുന്നത്, സ്ക്യൂക്കിനെ കല്യാണം കഴിക്കുന്നത്. അങ്ങനെ സോഫിയ വീണ്ടും തിരിച്ചു വന്ന സമയത്ത് അവിടെ സ്ക്യൂക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഷഗ് അനൗൺസ് ചെയ്യാണ് സ്ക്യൂക്കും നമ്മളുടെ കൂടെ വരുന്നുണ്ട് മെംഫിസിലേക്ക്, അവൾക്ക് പ്രൊഫഷണലി സിങ് ചെയ്യാൻ ശ്രമിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട്. Eleanor Jane, the mayor's daughter, raised by Sophia, treats Sophia like a mother, which contrasts Sophia's relationship to her own children who hardly know her. എലിനർ ജെയിൻ എന്ന് പറയുന്നത് മേയറുടെ ഡോട്ടറാണ്. അവളെ വളർത്തിയത് സോഫിയയാണ്. സോഫിയനെ അവൾ ഒരു മദറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അത് സോഫിയയുടെ തൻ്റെ സ്വന്തം മക്കളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ അതൊരു കോൺട്രാസ്റ്റ് ആണെന്നാണ് പറയുന്നത്. അതായത് സ്വന്തം മക്കളെ സോഫിയ നല്ല രീതിയിൽ വളർത്തി കൊണ്ടുവന്നിട്ടില്ല എന്നാണ് പറയുന്നത്. എലിനേഴ്സ് ബോണ്ട് ടു സോഫിയ സീംസ് ടു ബി ജെനുവിൻ. എലിനറുടെ സോഫിയയുമായിട്ടുള്ള ഒരു ബോണ്ട് വളരെയധികം ജെനുവിൻ ആയിരുന്നു. സോഫിയ ബിക്കംസ് എ മദർ ടു ഹാർപ്പോസ് ചിൽഡ്രൻ വിത്ത് സ്ക്യൂക്ക്, ഹാർപ്പോസ് സെക്കൻഡ് വൈഫ്. അതുപോലെ സോഫിയയുടെ ഹസ്ബൻഡ് ഹാർപ്പോയുടെ സെക്കൻഡ് വൈഫിൽ ഉണ്ടായിട്ടുള്ള സ്ക്യൂക്കിലുണ്ടായിട്ടുള്ള മക്കൾക്കും സോഫിയാണ് മദറായിട്ടുള്ളത്. സോഫിയ ഈസ് നോ ലോങ്ങർ റെക്കഗ്നൈസ്ഡ് ബൈ ഹെർ ഓൺ ബയോളജിക്കൽ ചിൽഡ്രൻ, ദ ചിൽഡ്രൻ ഷി ഹാഡ് വിത്ത് ഹാർപ്പോ. അതായത് ഹാർപ്പോയുടെ കൂടെയുള്ള സോഫിയയുടെ ബയോളജിക്കൽ ചിൽഡ്രനെ അവൾ ഒരിക്കലും റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. Silly begins to recognize that Grady, husband to Shug, is falling for Skuk, Harpo's second wife. അങ്ങനെ സെലി മനസ്സിലാക്കി ഗ്രേഡി എന്ന് പറയുന്നത് ഷഗിൻ്റെ ഹസ്ബൻഡാണ്. അവർ സ്ക്യൂക്കുമായിട്ട് അവർ ഇഷ്ടത്തിലാണ്. സ്ക്യൂക്ക് എന്ന് പറയുന്നത് ഹാർപ്പോയുടെ സെക്കൻഡ് വൈഫാണ്. സെലി ലവ്സ് ഷഗ്സ് ഹൗസ് ഇൻ മെംഫിസ് വിച്ച് ഈസ് ലാർജ് ആൻഡ് പിങ്ക് ആൻഡ് ബിൽഡ് ഓൺ എ സർക്കുലർ ഫ്ലോർ പ്ലാൻ. സെലി വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു ഷഗിൻ്റെ ഹൗസ്, മെംഫിസിലുള്ള ഷഗിൻ്റെ വീട്. അത് വളരെയധികം ലാർജാണ്, അതുപോലെ പിങ്ക് ആണ്, അതുപോലെ അത് ഒരു സർക്കുലർ ഫ്ലോർ പ്ലാനിലാണ് അത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. Sometimes, when she and Shug have time, they imagine the dream home they would love to build and draw pictures of it late into the evening. ചില സമയത്തൊക്കെ ഷഗ്ഗും സെലിയും കൂടി സ്വപ്നം കാണും. അവരുടെ ആ ഒരു ഡ്രീം ഹോമിനെ കുറിച്ചിട്ട് ഒരുപാട് പ്ലാൻ ചെയ്യും, അതെങ്ങനെയാണ് ബിൽഡ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട്. When Shug is home, she cooks large meals for Sally and Grady and Skuk. ഷഗ് വീട്ടിലുണ്ടെങ്കിൽ അവൾ എന്ത് ചെയ്യും, നല്ല രീതിയിലൊക്കെ കുക്ക് ചെയ്യും ഗ്രേഡിക്കും സ്ക്യൂക്കിനൊക്കെ വേണ്ടിയിട്ട്. ഷഗ് എൻകറേജസ് സെലി
Sally to make more pants and to start a small business selling these pants. അങ്ങനെ ഷഗ് സെല്ലിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്. അതായത് തയ്യൽ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് പാൻസ് ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ഷേപ്പിലുള്ള പാൻസൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സ്മോൾ ബിസിനസ് സെല്ലിങ് പാൻസ് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഷഗ് എൻകറേജ് ചെയ്യാണ് സെല്ലിനെ. For the first time, Sally has a job where she is working for herself, doing what she wants and making a small but substantial amount of money. അങ്ങനെ ആദ്യമായിട്ട് സെലി ഒരു ജോബ് ചെയ്യാണ്. അവൾ സ്വന്തമായിട്ട് അവളൊരു ജോലി ചെയ്യാണ്. അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി, അവൾക്ക് മതിയായ തരത്തിൽ എമൗണ്ട് മണി കിട്ടുന്ന ഒരു ജോബ് അവൾ ചെയ്യാണ്. അതായത് പാൻസ് ഉണ്ടാക്കുകയാണ്. അങ്ങനെ അവളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. നല്ല രീതിയിൽ മുന്നോട്ട് പോയി. അവൾക്ക് പറ്റുന്ന തരത്തിലുള്ള എമൗണ്ട് ഓഫ് മണിയൊക്കെ അവൾക്ക് ലഭിച്ചു. The making of these pants caused Sally to feel an enormous amount of happiness which is only multiplied by the love she feels for Shug. ഈ ഒരു പാൻസ് ഉണ്ടാക്കുന്നതിലൂടെ അവൾക്ക് ഒരു നല്ലൊരു ലാർജ് എനോർമസ് എമൗണ്ട് ഓഫ് ഹാപ്പിനെസ് അവൾക്ക് കിട്ടുന്നുണ്ട്. അവൾക്കൊരു എംപവർമെൻറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അവൾ സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങി. ഒരു സ്ട്രോങ് വിമണായിട്ട്, ഇൻഡിപെൻഡൻറ്റ് വിമണായിട്ട് മാറി. അതുപോലെ തന്നെയാണ് അവൾക്ക് ഷഗിനോടുള്ള അവളുടെ ഒരു ലവ് ഇരട്ടിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു എക്സെപ്റ്റ് ഫ്രം ദ കളർ പർപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ.